ആശാപ്രവർത്തകരുടെ സമരത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിനാണ് INTUC നേതാവ് ആർ ചന്ദ്രശേഖരനെ താക്കീത് ചെയ്തിരിക്കുന്നത്. സമരം അനാവശ്യം ആയിരുന്നെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ ആർ ചന്ദ്രശേഖരന്റെ നിലപാട്. KPCC നേതൃത്വവും KC വേണുഗോപാലും ആർ ചന്ദ്രശേഖരനെ തള്ളുകയും ചെയ്തു. സർക്കാർ ആശാപ്രവർത്തകരുമായി നടത്തിയ സമരത്തിൽ സർക്കാർ അനുകൂല സമീപനമാണ് ആർ ചന്ദ്രശേഖർ സ്വീകരിച്ചത്. കോൺഗ്രസ് അനുകൂലിച്ച സമരത്തെ തള്ളിപ്പറഞ്ഞ നിലപാട് പിന്നീട് നേതാക്കൾ ഇടപെട്ടതോടെയാണ് മാറ്റിയത്. ചർച്ചയിൽ കോൺഗ്രസ് നിലപാടല്ല സംഘടന സ്വീകരിച്ചതെന്നും വിമർശനമുണ്ട്. തെറ്റ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നേരത്തെ തിരുവനന്തപുരം DCC ആർ ചന്ദ്രശേഖരനെതിരെ KPCCക്ക് പരാതി നൽകിയിരുന്നു. KPCCയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവ് INTUC അട്ടിമറിക്കുന്നുവെന്നായിരുന്നു പരാതി. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്ന ആളുകൾക്ക് ഓരോ വാർഡിൽ നിന്നും പരമാവധി 50,000 രൂപ വീതം പിരിച്ചെടുക്കണമെന്നും പിരിക്കുന്ന പണം മണ്ഡലം പ്രസിഡന്റിന്റെയും വാർഡ് പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഇടണമെന്നും സമയമാകുമ്പോൾ അത് ഉപയോഗിക്കാമെന്നുമായിരുന്നു KPCC സർക്കുലറിലെ അറിയിപ്പ്. എന്നാൽ പാർട്ടിക്കാർ പിരിവിനിറങ്ങുന്നതിന് മുമ്പേ INTUC പിരിവുമായി രംഗത്തെത്തി. ഓരോ ജില്ലാ കമ്മിറ്റിയും ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപ വെച്ച് സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നാണ് അറിയിപ്പ്. ഇത് അറിഞ്ഞിട്ടും പലരും മിണ്ടാതിരിക്കുകയാണെന്ന് DCC കുറ്റപ്പെടുത്തി. ശനിയാഴ്ച ചേർന്ന തിരുവനന്തപുരം DCC കോർ കമ്മിറ്റിയിൽ ഈ വിഷയം ശക്തമായി നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടെ INTUCയുടെ പിരിവ് നിർത്തിവെപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.